ദിവസങ്ങൾ കൊഴിഞ്ഞു വീണു. ഹന്നായുടെ മനസ്സിൽ ഒരൊറ്റ വിചാരമേയുള്ളൂ. തൻ്റെ നേർച്ച നിറവേറ്റണം. കുട്ടിയെ പള്ളിയിലേക്ക് കൊടുക്കണം. ഒരു ദിവസം അവർ അത് നിറവേറ്റുക തന്നെ ചെയ്തു. കുട്ടിയെയുമെടുത്ത് നേരെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് നടന്നു. ഇപ്പോൾ ആ കുട്ടിയുടെ രക്ഷിതാക്കൾ പള്ളിയിലെ മേൽനോട്ടക്കാരാണ്, അതിനകത്തുള്ള പണ്ഡിതന്മാരാണ്. കുട്ടിയെ ആര് സംരക്ഷിക്കും? എല്ലാവർക്കും അതിനാഗ്രഹമുണ്ട്. പക്ഷേ എല്ലാവർക്കും കൂടി സാധിക്കുകയില്ലല്ലോ. അവർ തമ്മിൽ തർക്കമായി. ഞാൻ വളർത്തും. ഓരോരുത്തരും വാശി പിടിച്ചു. എല്ലാവരുടെയും അവകാശവാദങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ബഹുമാന്യനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം മുന്നോട്ട് വന്നു. അദ്ദേഹം പറഞ്ഞു, ഈ കുട്ടിയുടെ സംരക്ഷണ ചുമതല ഏറ്റെടുക്കാൻ ഏറ്റവും അർഹൻ ഞാനാണ്. എൻ്റെ ഭാര്യയുടെ സഹോദരിയാണ് ഈ കുഞ്ഞിൻ്റെ ഉമ്മ. പക്ഷേ അതിനും ആളുകൾ സമ്മതിച്ചില്ല. ഒടുവിൽ ആരോ മറ്റൊരു പരിഹാരമാർഗം നിർദ്ദേശിച്ചു. അതെന്തായിരുന്നു? ആ നിർദ്ദേശം മറ്റൊന്നുമായിരുന്നില്ല. എല്ലാവരും അംഗീകരിക്കുന്ന ഒരു തീരുമാനം. ഹന്നായുടെ കുഞ്ഞ് സാധാരണക്കാരിയല്ലെന്ന് അവർക്കെല്ലാം വിശ്വാസമുണ്ടായിരുന്നു. അവരുടെ എല്ലാം നേതാവായ ഇമ്രാന്റെ ഓമന മകളായ മറിയമിൻ്റെ കാര്യത്തിൽ അല്ലാഹു തആല തന്നെ ഒരു തീരുമാനമെടുത്തു തരുമെന്ന് അവർക്ക് നല്ല നിശ്ചയമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിൻ്റെ തീർപ്പിന് എല്ലാവരും സന്നദ്ധരായത്. ജോർദാൻ നദി കളകളാരവം മുഴക്കിക്കൊണ്ട് അതങ്ങനെ ഒഴുകുകയാണ്. ബൈത്തുൽ മുഖദ്ദസിൻ്റെ പരിപാലകരും പണ്ഡിതന്മാരുമെല്ലാം ആ നദിക്കരയിൽ ഒരുമിച്ച് കൂടിയിരുന്നു. അവരുടെ എല്ലാം കൈകളിൽ ഓരോ പേനയും ഉണ്ടായിരുന്നു. എന്തിനാണവർ പേനയുമായി നദിക്കരയിൽ നിൽക്കുന്നത്? നമുക്കവരെ പിന്തുടർന്നു നോക്കാം. അതാ അവരെല്ലാം സ്വന്തം പേനകൾ നദിയിലേക്ക് വലിച്ചെറിയുന്നു. ഇവർക്ക് ഭ്രാന്താണോ? കുത്തഴുക്കുള്ള നദിയിലേക്ക് ആരെങ്കിലും പേന വലിച്ചെറിയുമോ? ഇല്ല, അവർക്ക് ഭ്രാന്തും രോഗവുമൊന്നുമില്ല. ഒരു പരീക്ഷണത്തിനൊരുങ്ങുകയാണവർ. അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് തങ്ങളുടെ പ്രശ്നപരിഹാരത്തിനു വേണ്ടി അവർ ഒരുമിച്ച് പേനകൾ എറിഞ്ഞിരിക്കുകയാണ്. ശക്തമായ ഒഴുക്കിനെതിരെ അതിജീവിച്ച് ഏത് പേനയാണോ മുന്നോട്ട് വരുന്നത്, ആ പേനയുടെ ഉടമസ്ഥൻ തന്നെയാകണം മറിയമിൻ്റെ സംരക്ഷണ ചുമതല ഏറ്റെടുക്കേണ്ടത്. പേനയെറിഞ്ഞെല്ലാവരും ആ നദിയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ആ അത്ഭുതം സംഭവിക്കുക തന്നെ ചെയ്തു. ആ നോക്കി നിൽക്കുന്നവർ ആകെ 19 പേരായിരുന്നു. എല്ലാവരുടെയും പേനകൾ ജോർദാൻ നദിയുടെ കുത്തൊഴുക്കിനെ അതിജീവിക്കാനാകാതെ കീഴോട്ടൊഴുകി പോയി. എന്നാൽ ബഹുമാന്യനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പേന മാത്രം ഒഴുക്കിനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് മേലോട്ട് നീങ്ങുകയാണ്. അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് തന്നെ. ആ അത്ഭുതം കണ്ട് അവിടെ കൂടിയ 19 പേരും രക്ഷിതാവിൽ സ്തുതിയർപ്പിച്ചു. എല്ലാവരും മറിയമിനെ തങ്ങളുടെ വളർത്തുപുത്രിയായി ലഭിക്കാൻ ആഗ്രഹിച്ചു. ഒടുവിൽ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ആഗ്രഹം മാത്രം സഫലമായി. അദ്ദേഹം കുഞ്ഞിനെ എടുത്ത് മാറോടണച്ചു. നേരെ തൻ്റെ വസതിയിലേക്ക് നടന്നു. ആ കുഞ്ഞിനെ തൻ്റെ ഭാര്യയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു. ആ വീട്ടിൽ അന്നൊരു ഉത്സവത്തിൻ്റെ പ്രതീതിയായിരുന്നു. ഇഷാ എന്നായിരുന്നു സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഭാര്യയുടെ പേര്. അവർക്ക് ഏറെ സന്തോഷമായി.